നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ തകർപ്പൻ ജയം. സ്കോട്ട്ലൻഡിനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ ജയിച്ചേറിയ കളിയിൽ അതിനേക്കാളൊക്കെ വലിയ സന്തോഷം ഒരുപക്ഷെ നെയ്മർ ആരാധകർക്ക് ലഭിച്ചത് കളിയുടെ 75-ാമത്തെ മിനിറ്റ് മുതലായിരിക്കും. കാരണം അവരുടെ പ്രിയപ്പെട്ട താരം കളിക്കളത്തിലേക്ക് ഇറങ്ങി. എത്ര കാലത്തിന് ശേഷമാണ് 2023 ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ട് നെയ്മർ ജൂനിയർ മഞ്ഞ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന സുന്ദരമായ കാഴ്ച നമ്മൾ കണ്ടു. അതോടുകൂടി നെയ്മർ മഹാരഥന്മാർക്കിടയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ബ്രസീലിന് വേണ്ടി 4 വേൾഡ് കപ്പ് കളിച്ച ഇതിഹാസ താരങ്ങളുടെ നിരയിലേക്ക് നെയ്മർ ജൂനിയർ കൂടി എത്തുന്നു. 4 വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടി കളിച്ചവർ ആരൊക്കെയാണ്? നമുക്ക് അവസാനത്തിൽ നിന്ന് തുടങ്ങാം. 1954 മുതൽ കളിച്ച ജാൽമ സാന്റോസ്. 1954, 1958, 1962, 1966 വേൾഡ് കപ്പുകളിൽ അദ്ദേഹം കളിച്ചു. ഇതിൽ 2 തവണ അദ്ദേഹം ലോക ചാമ്പ്യനുമായിട്ടുണ്ട്. പിന്നെ പെലെ അടുത്തയാൾ 1958, 1962, 1966, 1970 വർഷങ്ങളിൽ അദ്ദേഹം വേൾഡ് കപ്പ് കളിച്ചു. 3 തവണ അദ്ദേഹം ലോക ചാമ്പ്യനുമായി. കാഫു 1994 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മാത്രമാണ് ആ വേൾഡ് കപ്പ് അദ്ദേഹം കളിച്ചത്. വാവ്, എന്തൊരു ഭാഗ്യം! ആ വേൾഡ് കപ്പ് ഫൈനൽ മാത്രം കളിച്ചു, കിരീടം ചൂടി. 1994, 1998, 2002, 2006 4 വേൾഡ് കപ്പുകൾ കളിച്ചു. 2 തവണ കിരീടം ചൂടി. 2002 ക്യാപ്റ്റനായിട്ട് കിരീടം ചൂടി. നെയ്മർ ഇതാ 2014, 2018, 2022, 2026 4ാമത്തെ വേൾഡ് കപ്പ് കളിക്കുന്നു. ഇതിഹാസങ്ങളുടെ കൂട്ടത്തിലേക്ക് ജാൽമ സാന്റോസിനും പെലേക്കും കഫൂനുമൊപ്പം നെയ്മർ ജൂനിയറും എത്തിയിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി 3 പേർക്കും 1-ലധികം തവണ കിരീടങ്ങളുണ്ട്. നെയ്മർക്ക് ഇതുവരെ കിരീടമേ ഇല്ല. ഇത്തവണ അത് നേടിക്കൊണ്ട് ഈ എലൈറ്റ് ക്ലബ്ബിൽ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമോ നെയ്മർ എന്നാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ ചില ആളുകൾ റൊണാൾഡോ ഫെനോമിനോ 4 വേൾഡ് കപ്പ് കളിച്ചില്ല എന്ന് ചോദിക്കും. ശരിയാണ്, 4 വേൾഡ് കപ്പിൽ സ്ക്വാഡിലുണ്ടായിരുന്നു. പക്ഷേ 94 അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത്. ഏതായാലും നെയ്മർ ഇതിഹാസങ്ങൾക്കൊപ്പം സാക്ഷാൽ പെലേക്കും കാഫുവിനും ജാൽമോ സാന്റോസിനും ഒപ്പം ഇടം പിടിച്ചിരിക്കുന്നു. ഇനി വേണ്ടത് ആ കിരീടമാണ്. ഇത്തവണ സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.